മഞ്ചേശ്വരം മുത്യാവര 1000 ജമാഅത്ത് അസൈദ് ഷഹീദ് വലിയുല്ലാഹി ദർഗയിൽ നടക്കുന്ന ഉദയാസ്തമന ഉറൂസ് ആഘോഷങ്ങൾക്കായി ദിവസേനയെത്തുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ. വലിയുല്ലാഹിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച വാർഷിക ഉദയാസ്തമന ഉറൂസ് നൂറ്റാണ്ടുകളായി തുടർച്ചയായി നടക്കുന്ന ആത്മീയ സാംസ്കാരിക സംഗമമാണ്. 5 വർഷത്തിലൊരിക്കൽ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ഈ ഉറൂസിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായാണ് വൻതോതിൽ വിശ്വാസികൾ എത്തുന്നത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശത്തിന് പേരുകേട്ട മഞ്ചേശ്വരം താലൂക്കിലെ ഉദ്യാവരത്ത് സ്ഥിതി ചെയ്യുന്ന 1000 ജമാഅത്ത് അസൈദ് ഷഹീദ് വലിയുല്ലാഹി ദർഗയിൽ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉദയാസ്തമന ഉറൂസ് ആഘോഷങ്ങൾക്കായി ദിവസേന ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്നു. ചരിത്ര രേഖകളും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും പ്രകാരം ഉദ്യാവരയിലെ പുരാതന ജുമാ മസ്ജിദ് AD 1011 നിർമ്മിക്കപ്പെട്ടതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിക സന്ദേശം വ്യാപിപ്പിച്ച ആദ്യകാല കേന്ദ്രങ്ങളിലൊന്നായ ഈ പ്രദേശത്ത് ആ കാലഘട്ടത്തിലെ കടൽമാർഗ വ്യാപാര ബന്ധങ്ങളും ദവാ പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമായതായി ചരിത്രകാരന്മാർ പറയുന്നു. പ്രവാചകന്റെയും അനുചരന്മാരുടെയും കാലത്ത് നിർമ്മിതമായതായി വിശ്വസിക്കപ്പെടുന്ന ഉദ്യാവര ജമാഅത്ത് ജുമാ മസ്ജിദ് 1000-ലേറെ വർഷങ്ങളായി ആരാധനയുടെയും ഖുർആൻ പഠനത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്നു. നിരവധി പുനർനിർമ്മാണങ്ങൾ നടന്നിട്ടും പള്ളിയുടെ അടിസ്ഥാന ഘടന സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്. പള്ളിയോട് ചേർന്നുള്ള ദർഗാ ഷരീഫ് ഈ പ്രദേശത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ പ്രചരിപ്പിച്ച മഹാനായ അസൈദ് ഷഹീദ് വലിയുല്ലാഹിയുടെ അന്ത്യവിശ്രമ സ്ഥാനമാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ സമാധാനവും ആശ്വാസവും തേടിയെത്തുന്ന കേന്ദ്രമായി ഈ ദർഗ ഇന്നും നിലകൊള്ളുന്നു. വലിയുല്ലാഹിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച വാർഷിക ഉദയാസ്തമന ഉറൂസ് നൂറ്റാണ്ടുകളായി തുടർച്ചയായി നടക്കുന്ന ആത്മീയ സാംസ്കാരിക സംഗമമാണ്. ഉദ്യാവരം 1000 ജമാഅത്ത് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഷഹീദ് വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവരുടെ ഉറൂസ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ 5 വർഷത്തിലൊരിക്കലും നടത്തപ്പെടുന്ന ഈ പരിപാടി ഇപ്രാവശ്യം 2026 വളരെ വിജൃംഭണയോടുകൂടെ പരിപാടി നടത്തപ്പെടുകയാണ്. ഇവിടെ ഈ നടത്തപ്പെടുന്ന ഈ പരിപാടി പള്ളിയും മക്കാമുമൊക്കെ 1000 വർഷത്തിൻ്റെ ചരിത്ര പഴക്കമുണ്ട്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രം രേഖപ്പെടുത്തുന്നത് പോലെ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ചരിത്രരേഖകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ ഇവിടെ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് വന്ന സഹാബിമാരിൽപ്പെട്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നുള്ളതിനുള്ള വാമൊഴി ചരിത്രങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 വർഷത്തിലൊരിക്കൽ പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന ഈ ഉറൂസിലേക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി വലിയ തോതിൽ വിശ്വാസികൾ എത്തുന്നു. ഉറൂസിന്റെ ഭാഗമായി ഖത്മുൽ ഖുർആൻ, ദുആ മജ്ലിസ്, ദിക്ർ, മത ആത്മീയ പ്രഭാഷണങ്ങൾ, മൗലൂദ്, അന്നദാനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ജനുവരി 3 രാവിലെ 10 മണിക്ക് ഷിർദി ജമാഅത്ത് കാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന മനുഷ്യ സൗഹാർദ്ദ സമ്മേളനത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. രാത്രി 8:30 നടക്കുന്ന സമാപന സമ്മേളനം അഖില കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഷിർദി ജമാഅത്തിന്റെ സംയുക്ത കാസിയുമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തിന് സയ്യിദ് സുഹൈൽ സഖാഫ് തങ്ങൾ നേതൃത്വം നൽകും. മുഖ്യപ്രഭാഷണം കുമ്മനം നിസാമുദ്ദീൻ അസരി നിർവഹിക്കും. ഡിസംബർ 4 പ്രഭാത നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ലക്ഷക്കണക്കിന് ഭക്തർക്ക് അന്നദാനം നൽകുന്നതോടെ ഉദയാസ്തമന ഉറൂസ് സമാപിക്കും. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.